നീതി തേടി രാഷ്ട്രപതിക്ക് കത്തയച്ച് കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടി. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് തുറന്നതിൽ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിതയുടെ കത്ത്. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്നാണ് പരാതി. ക്രിമിനൽ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും നൽകിയ പരാതിയിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് അതിജീവിത ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ നാളെ അന്തിമവാദം തുടങ്ങാനിരിക്കെയാണ് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചത്. ആർ റോഷിപാലും ശ്യാം ദേവരാജും ചേരുന്നു വിവരങ്ങളുമായി. ആർ റോഷിപാൽ, അതിജീവിത രാഷ്ട്രപതിക്ക് അയച്ച കത്ത് ഒരു പുതിയ നീക്കമാണ്, പ്രധാന നീക്കമാണ്. എന്തൊക്കെയാണ് കത്തിൽ അതിജീവിത ചൂണ്ടിക്കാട്ടുന്നത്? സുജയ, 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നമുക്കറിയാം 2021 ബാലേന്ദ്രകുമാർ റിപ്പോർട്ടിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ നടന്ന തുടരന്വേഷണത്തിനിടയിലാണ് 2022 ഫെബ്രുവരി മാസം ആദ്യവാരത്തിൽ റിപ്പോർട്ടർ ഈ നടി ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ട വിവരം പുറത്തെത്തിക്കുന്നത്. അതിന് തൊട്ടുപിന്നാലെ നടത്തിയ അന്വേഷണം, ജില്ലാ ജഡ്ജ് ഹണിയം വർഗീസ് നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ കുറ്റക്കാര ആരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി അന്നത്തെ മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുപോയി 1 വർഷം സൂക്ഷിച്ചു. അതിന് പുറമെ അന്നത്തെ ജില്ലാ ജഡ്ജ് ഉൾപ്പെടെ നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് കൈവശം വെച്ചു. ഒപ്പം ചില ഡിവൈസുകൾ, ഇലക്ട്രോണിക് ഡിവൈസുകളിൽ മെമ്മറി കാർഡ് ചില കോടതി ഉദ്യോഗസ്ഥന്മാർ അത് ഉപയോഗിച്ചു എന്നടക്കം കണ്ടെത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. ഈ പരാതി ചൂണ്ടിക്കാണിച്ച് ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പരാതി നൽകി അതിജീവിത കാത്തിരുന്നു. അതിലൊന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഒടുവിൽ രാഷ്ട്രപതിക്ക് ഹർജി ഇങ്ങനെ ഒരു പരാതി സമർപ്പിക്കാൻ വഴിയൊരുങ്ങിയത്. രാഷ്ട്രപതിയോട് പ്രധാനമായും അഭ്യർത്ഥിച്ചിരിക്കുന്ന ഇതിൽ ക്രിമിനൽ നടപടി വേണം, അതിൽ നടപടി ഉണ്ടാകണം. കാരണം സുപ്രീം കോടതിയിൽ അഭ്യർത്ഥിച്ചു, ഹൈക്കോടതിക്ക് മുന്നിൽ അഭ്യർത്ഥിച്ചു, എന്നിട്ടൊന്നും അതിൽ നടപടി ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇനി പ്രതീക്ഷ രാഷ്ട്രപതിയിൽ മാത്രമാണ്. രാഷ്ട്രപതിയുടെ ഭാഗത്ത് അനുകൂലമായ നടപടി പ്രതീക്ഷിക്കുന്നു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട നീക്കം അതിജീവിതയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിജീവിത ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡ് സീൽ ചെയ്ത കവറിൽ കോടതിയുടെ ചെസ്റ്റിൽ സൂക്ഷിക്കുന്ന ആ തെളിവാണ് വീട്ടിൽ കൊണ്ടുപോയത്. ഈ തെളിവ് ഒരു കാരണവശാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ധരായ സൈബർ വിദഗ്ധരുടെ മുന്നിൽ വെച്ചല്ലാതെ, അവരുടെ സഹായത്തോടെയല്ലാതെ അത് പരിശോധിക്കാൻ പോലും പാടില്ല. അത് പരിശോധിക്കുന്നത് കോടതി നടപടിക്രമമായി രേഖപ്പെടുത്തണം. അങ്ങനെ കോടതി നടപടിക്രമമായി രേഖപ്പെടുത്താതെ ഉദ്യോഗസ്ഥന്മാരുടെ, സൈബർ വിദഗ്ധരുടെ സാന്നിധ്യമില്ലാതെ കോടതി സമയത്തും കോടതി സമയമല്ലാത്ത രാത്രിയിലടക്കം അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന സംശയമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇപ്പോൾ വിചാരണ നടത്തുന്ന ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി ആരൊക്കെ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്തു, ആരൊക്കെ നിയമവിരുദ്ധമായി ആ മെമ്മറി കാർഡ് പരിശോധിച്ചു എന്ന് കൃത്യമായി അതിൻ്റെ സമയമടക്കം, അത് ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ റിപ്പോർട്ടിലെ കാര്യങ്ങൾ രേഖപ്പെടുത്തി നൽകിയത്. പക്ഷേ അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിട്ടും അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നീക്കം അതിജീവിതയുടെ ഭാഗത്ത് ഉണ്ടാകാൻ കാരണമായത്. സുജയ.